ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് അല്ല കേട്ടോ, ഇന്ന് നമ്മൾ ബേസിക് സയൻസ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോണത്. ബേസിക് സയൻസിലെ ഹ്യൂമൻ ബോഡി എ വണ്ടർ, ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ എന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഇതാ നോക്കിക്കോ, നമുക്ക് ഇവിടെ 4 ഇത് പഠിക്കാനുണ്ട്. ഓക്കെ, എന്താണ് ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് എക്സ്ക്രേറ്ററി സിസ്റ്റം. ഇതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോണത് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ഓക്കെ, നോക്കിക്കോ, ഓൾ ഓർഗാനിസംസ് നീഡ് ഫുഡ്. എല്ലാ ഓർഗാനിസംസിനും ഫുഡ് വേണമെന്ന് നമുക്കറിയാം. അതിപ്പോൾ ജീവികളായിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ. ഇനിതാ, വാട്ട് ഈസ് ന്യൂട്രീഷൻ അഥവാ എക്സ്പ്ലെയിൻ ന്യൂട്രീഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ്. എന്താണ് ഓർഗാനിസംസ് ഫുഡിനെ യൂട്ടിലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഈ എന്താ പറയുക ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിതാ നോക്കിക്കോ, there are 5 stages of nutrition. ന്യൂട്രീഷന് 5 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റിലത്തത് ഇൻജഷൻ, അതായത് നമ്മൾ ഫുഡ് കഴിക്കുക, ടേക്കിംഗ് ഫുഡ്. രണ്ടാമത്തത് ഡൈജഷൻ, ദഹനം. മൂന്നാമത്തത് അബ്സോർബേഷൻ, അബ്സോർബ് ചെയ്യുക. നാലാമത്തത് അസിലിമേഷൻ, എന്താണ് അസിമിലേഷൻ, ഏകീകരണം. ഇനി നെക്സ്റ്റ് ഇജഷൻ, അതായത് നമ്മൾ വേസ്റ്റ് പുറത്തോട്ട് കളയുന്നതിന്. ഇനി നമുക്കിതാ പാർട്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കാം. മൗത്ത്, ത്രോട്ട്, ഏസോഫാഗസ്, സ്റ്റൊമക്ക്, പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം ആൻഡ് ആനസ്. ഓക്കെ, എന്താണ് മൗത്തിൽ നിന്നും ത്രോട്ടിലേക്ക് പോകും. ഓക്കെ, മൗത്ത് വായ, പിന്നെന്താണ് ത്രോട്ട് തൊണ്ട, പിന്നെ ഏസോഫാഗസ്. ഏസോഫാഗസ് ഇനി നമുക്ക് പഠിക്കാം. സ്റ്റൊമക്ക് വയറ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ചെറുകുടൽ, ലാർജ് ഇൻറ്റസ്റ്റൈൻ വൻകുടൽ, കഴിഞ്ഞിട്ട് രക്തത്തിൽ വന്ന് ആനസ് വഴി വേസ്റ്റ് എന്ത് ചെയ്യുന്നു, പുറത്തു പോകുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇൻജഷൻ എന്താണെന്ന് നോക്കാം. ന്യൂട്രീഷനിലെ ഫസ്റ്റ് സ്റ്റേജായ ഇൻജഷൻ എന്താണ്? ദ ഫുഡ് ഫസ്റ്റ് റീച്ചസ് ദ മൗത്ത്. എന്താണ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ആദ്യം നമ്മളുടെ വായയിൽ ഫുഡ് എത്തുന്നു. അത് കഴിഞ്ഞിട്ട് മിക്സ് വിത്ത് സലൈവ, സലൈവയുമായോ അതായത് ഉമിനീരുമായിട്ട് മിക്സ് ചെയ്യുന്നു. ദ ടീത്ത് ഗ്രൈൻഡ്സ് ദ ഫുഡ്. എന്താണ് നമ്മുടെ പല്ലുകൾ ഫുഡിനെ ചവച്ച് അരയ്ക്കുന്നു. ഓക്കെ, ദ ഫുഡ് മൗത്തിൽ നിന്നും ഈസോഫാഗസിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞു ഈസോഫാഗസ് ഇനി നമുക്ക് പഠിക്കാമെന്ന്. ഈസോഫാഗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ a tube-like portion connects the mouth to the stomach. എന്താണ് നമ്മളുടെ വായയിൽ നിന്നും വയറുമായി കണക്റ്റ് ചെയ്യുന്ന ഒരു ട്യൂബിനെയാണ് നമ്മൾ ഈ ഏസോഫാഗസ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഇങ്ങനെയാണ് ഏസോഫാഗസ് കാണാനുണ്ടാവുക. ഓക്കെ, മൗത്തിൽ നിന്നും സ്റ്റൊമക്കിലേക്ക് കണക്റ്റ് ചെയ്യും. ഓക്കെ, ഈസോഫാഗസിൽ തന്നെ ഉള്ളതാണ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മസിൽസ്. ദ മസിൽസ് പ്രൊഡ്യൂസ് വേവ് ലൈക്ക് മൂവ്മെൻറ്റ്. ദിസ് മൂവ്മെൻറ്റ് പുഷസ് ദ ഫുഡ് ടു സ്റ്റൊമക്ക്. എന്താണ് ഈ ഈസോഫാഗസ് എന്ന് പറയുന്ന നമ്മളുടെ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആ ഒരു പാർട്ട് എന്ത് ചെയ്യും, നമ്മളെ മസിൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മസിൽസ് എന്ത് ചെയ്യും, ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ വേവ് ലൈക്ക് മൂവ്മെൻറ്റ് നമ്മളുടെ ഫുഡിനെ നമ്മളുടെ സ്റ്റൊമക്കിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ, ഇനി ദ വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ഓഫ് ദ ഏസോഫാഗസ് ഈസ് കോൾഡ് പെരിസ്റ്റാൾസിസ്. എന്താണ് ഈ വേവ് ലൈക്ക് മൂവ്മെൻറ്റ്, എന്താണ് ഏസോഫാഗസിൻ്റെ വേവ് ലൈക്ക് മൂവ്മെൻറ്റിൻ്റെ പേരാണ് പെരിസ്റ്റാൾസിസ്. ഓക്കെ, second stage of nutrition. From the esophagus, due to this peristalsis movement, food reaches the stomach. എന്താണ് ഡൈജഷൻ്റെ സെക്കൻഡ് പാർട്ടാണ്. തിരിഞ്ഞു പോയതാണ്.
എന്താണ് ന്യൂട്രീഷ്യൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ഡൈജഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഏസോഫാഗസിൽ ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിലൂടെ ഏസോഫാഗസിൻ്റെ പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റിലൂടെ നമ്മളുടെ ഫുഡ് എന്ത് ചെയ്യുന്നു, സ്റ്റൊമക്കിൽ എത്തുന്നു. ഓക്കെ, നമ്മളുടെ സ്റ്റൊമക്കിൽ വെച്ച് തന്നെ പകുതിയോളം ഡൈജഷനും കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഫുഡ് പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റിലൂടെ വരുന്നത് ഒരു സെമി പേസ്റ്റ് അഥവാ ഒരു പകുതിയോളം അരഞ്ഞ ഒരു ഫോമിലായിരിക്കും. ഓക്കെ, ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്റ്റൊമക് വാൾ ഹെൽപ്പ് ഡൈജഷൻ. നമ്മളുടെ ഈ സ്റ്റൊമക്കിൽ നിന്നും ഒരു ജ്യൂസ് പ്രൊഡ്യൂസ് ആവും. ആ ജ്യൂസിൻ്റെ പേരാണ് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, സ്മോൾ എമൗണ്ട് ഓഫ് HCl ഓൾസോ പ്രൊഡ്യൂസ്ഡ് ബൈ സ്റ്റൊമക്ക്. HCl എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാണ്. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാണ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡും സ്റ്റൊമക്ക് തന്നെയാണ് ചെറിയൊരു എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പ്രോട്ടീൻ ഡൈജഷനെയും അതിൽ എന്താണ് പാത്തജൻ ഡിസ്ട്രക്ഷൻ, അതായത് അണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ദെൻ ഗോസ് ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ 5 to 6 meter long. എന്താ ഓക്കെ, പകുതി ദഹിച്ച ഫുഡ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുന്നു. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് 5 to 6 meter long ആണ്. ഹിയർ ദ സെക്കൻഡ് സ്റ്റേജ് കംപ്ലീറ്റഡ്. ഓക്കെ, ഹിയർ ദ സെക്കൻഡ് സ്റ്റേജ് കംപ്ലീറ്റഡ്. ഇവിടെ നമ്മളുടെ സെക്കൻഡ് സ്റ്റേജ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജിലോട്ട് കടക്കുകയാണ്. അബ്സോർപ്ഷൻ ഓഫ് ദ ന്യൂട്രിയൻസ് ടേക്ക് പ്ലേസ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ഈ ന്യൂട്രീഷ്യൻസ് എന്ത് ചെയ്യുന്നത്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ഈ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഇനി ബൈൽ പ്രൊഡ്യൂസ്ഡ് ബൈ ലിവർ. എന്താണ്, കരളിൽ നിന്നും കരൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈലെന്ന് പറയുന്നതും പിന്നെ പാൻക്രിയാറ്റിക് ജ്യൂസ്, പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസും മിക്സ് ടു പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ്. എന്താണ്, ഈ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്ത ഫുഡിലോട്ട് മിക്സ് ആവുന്നുണ്ട്. ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ദിസ് കംപ്ലീറ്റ്സ് ദ ഡൈജഷൻ ഓഫ് ഫുഡ്. എന്താണ്, ഈ ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഈ ഒരു ഭാഗത്തിലൂടെ എന്താണ് ഡൈജഷൻ ഓഫ് ഫുഡ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഈ 3 സ്റ്റേജസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.